ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തങ്ങ ചെറുപയർ എരിശ്ശേരിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പറാണ്. നല്ല തേങ്ങയൊക്കെ വറുത്തിട്ട് നല്ല അടിപൊളി ഒരു എരിശ്ശേരിയാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. എനിക്ക് വീട്ടിൽ കുറച്ച് മത്തൻ പാകി കിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടിയ മത്തങ്ങ കേട്ടോ. പിന്നെ കുറച്ച് പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്നതിൽ കുറച്ചുണ്ടായിരുന്നു, അതെടുത്തു. അപ്പോൾ നമുക്ക് ആ മത്തങ്ങ ഒന്ന് കുറച്ച് ഞാൻ തോരൻ വെക്കാനെ കൊണ്ട് എടുത്ത് മാറ്റി വെച്ച്, മത്തങ്ങ തോരൻ കേട്ടോ. അത് നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം മത്തങ്ങ തോരൻ വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അത് പച്ചക്കറിയിൽ നിന്ന് കിട്ടിയ മത്തങ്ങ കേട്ടോ. ഇതൊന്ന് റെഡിയാക്കി കഴുകി ചെത്തിയെടുക്കാം. നല്ല സൂപ്പറായിട്ട് കഴുകിയെടുക്കാം. ഇവിടെ എല്ലാവർക്കും മത്തങ്ങക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ ചോദിക്കും ഏത് കറിയാണ് ഇഷ്ടമല്ലാത്തതെന്ന്. ഇഷ്ടമില്ലാത്ത കറികളും ഉണ്ട്, പക്ഷെ മത്തങ്ങ ഇഷ്ടമാണ്. അപ്പോൾ അതിനെ ഒന്ന് കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കതൊന്ന് മുറിച്ച് കൊച്ചു ക്യൂബ് കണക്ക് മുറിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ അത് മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുപയർ കഴുകിയത് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ചെറുപയർ എടുത്തിട്ടുള്ളൂ കേട്ടോ, ചെറുതായിട്ട് കുറച്ച് മതി. അപ്പോൾ അതുകൂടെ കഴുകി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് 2 പച്ചമുളകും ഒരു 2-3 ചെറിയ ഉള്ളിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ ഒരുപാട് മത്തങ്ങ ഉണ്ടായതുകൊണ്ട് കുറച്ച് നല്ലപോലെ അതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്കത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പിൽ വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു റെഡിയാക്കി ഇനി അടുപ്പത്ത് വെച്ച് നമുക്ക് ഇനി വേവിച്ചെടുക്കാം. അപ്പോൾ ഗ്യാസ് ഓണാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വെന്ത് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കണം കേട്ടോ. ഒരുമാതിരി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കിക്കൊണ്ട് വരാം. അപ്പോൾ അരപ്പ് റെഡിയാക്കാനെ കൊണ്ട് കുറച്ച് തേങ്ങ ചിരുകിയ ഒരു ശകലം മതി കേട്ടോ. ഇവിടെ തേങ്ങ ചിരുകി അരപ്പ് റെഡിയാക്കി ചേർക്കാറുണ്ട്, ചിലരങ്ങനെ ചേർക്കാറില്ല. അപ്പോൾ കുറച്ച് തേങ്ങ, 2-3 ചെറിയുള്ളി, ഒരു ഇച്ചിരി പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, ഒരു നുള്ള് ജീരകം. പിന്നെ ഇത് കടുക് വറുത്തിടാനൊക്കെ ഉണ്ട് കേട്ടോ. തേങ്ങ അത്രയും കുറച്ച് തേങ്ങ എടുക്കുക, ചെറിയുള്ളി ഇത്രയും എടുത്തിട്ട് ഞാൻ അതിനകത്ത് വറ്റൽമുളക് എടുത്തിട്ടില്ല. വറ്റൽമുളകും കൂടെ വേണം കേട്ടോ കടുക് വറക്കാൻ. നമ്മുടെ പയർ നല്ലപോലെ വെന്തിട്ടുണ്ട്. പയർ മത്തങ്ങ വെന്ത പയർ മത്തങ്ങയിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല സൂപ്പറായിട്ട് വെന്ത് കേട്ടോ. അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇന്ന് മഞ്ഞൾപ്പൊടി ചേർക്കാതാണ് അരയ്ക്കുന്നത്, കാരണം നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി അതിനകത്ത് ചേർത്തിട്ടുണ്ടായതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇളക്കി ആവശ്യത്തിന് വെള്ളം ചേർക്കണം കേട്ടോ. ചിലർ ഇങ്ങനെ തന്നെ കുഴമ്പ് രൂപത്തിലെടുക്കുന്നവരുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് ഒഴിക്കുന്ന പരുവത്തിന് ഒഴിച്ച് കറിയായിട്ട് എടുക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒഴിച്ച് കറിയായിട്ട് എടുക്കുന്നത്. ഇവിടെ ചോറിന് ഒഴിച്ച് കറി വേണം. അപ്പോൾ ഇനി അത് ചൂടായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് കടുക് വറുത്തിടാം. എണ്ണ ചൂടായി, കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിത്തെറിക്കുന്നു. കടുക് പൊട്ടിച്ചതിലോട്ട് ചെറിയുള്ളി അരിഞ്ഞത് നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ, ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് വഴണ്ട് വരട്ടെ. ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എല്ലാം ചേർത്ത് വറ്റൽമുളക് കേട്ടോ. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് മൂത്ത് വരുമ്പോഴത്തേന് കറിവേപ്പില ഇട്ട് പൊട്ടിച്ച് ഇതിലേക്കാണ് നമ്മുടെ മെയിൻ സാധനം ഇടാൻ പോകുന്നത്. തേങ്ങ ചിരികിയതിടണം. തേങ്ങ ചിരികിയതിട്ട് സൂപ്പറായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ റെഡിയായി. ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം. ഓക്കെ, തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്കൊന്ന് ഒരു ചുമന്ന പരുവാകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തേങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ എരിശ്ശേരി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മത്തങ്ങ ചെറുപയർ എരിശ്ശേരി കറി.
അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റ് ഉണ്ടോ എന്ന് അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് എല്ലാവരും ഒന്ന് ചെയ്തേണേ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പം താങ്ക് യു സോ മച്ച്. എല്ലാവരും നല്ലതായിട്ടും സന്തോഷമായിട്ട് ഇരിക്കട്ടെ. ഇവിടെ മഴയാണ്, എല്ലായിടത്തും മഴയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.